ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷികാസ്കാഫെ. ഇന്ന് ഞാൻ ഈസി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓവനും കുക്കറും ബട്ടറും ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കുക. പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പുറത്ത് കടയിൽ നിന്ന് വാങ്ങുന്നതിലേറെ നല്ല ടേസ്റ്റിൽ പ്ലം കേക്ക് വീട്ടിൽ റെഡിയാക്കിയെടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പ്ലം കേക്കിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ വീതം കറുത്ത മുന്തിരിയും ഗോൾഡൻ കളറിലുള്ള മുന്തിരിയും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും പിന്നെ ഈത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. സാധാരണ വൈനിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കാറുള്ളത്. ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മുന്തിരി ജ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ സോക്ക് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് 1 കപ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് 1/4 കപ്പ് മുന്തിരി ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഓവർനൈറ്റ് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വെക്കാം. പക്ഷേ ഞാനിപ്പോൾ 1 മണിക്കൂറേ സോക്ക് ചെയ്ത് വെക്കണുള്ളൂ. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഓറഞ്ച് ജ്യൂസ് നമ്മൾ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഈ മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ മൈദയിൽ കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴെ പോവാതെ എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് നിൽക്കും. നമുക്ക് കേക്കിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോവരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മൾ മെൽറ്റായതിന് ശേഷം ഇത് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം ഇതിന് തെറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. അത് ചൂടായി വരുന്ന സമയത്ത് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓറഞ്ച് ജ്യൂസാണ്. അതൊരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ വൈനിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലം കേക്ക് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ഒരു കേക്കിന് കിട്ടുള്ളൂ. ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഇതൊരു 1/2 കപ്പ് ആകുന്നത് വരെ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. നമ്മുടെ കേക്കിലേക്ക് വേണ്ട കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി തിക്കായിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ ഈ കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. എന്നാലായിരിക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ഏലക്കായും 2 ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ജാതിക്ക അതുപോലെ ചുക്കുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. 2 കോഴിമുട്ടയാണ് ഞാൻ ഈ ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ കോഴിമുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ടാണ് അത് വെച്ച് ബീറ്റ് ചെയ്യണത്. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. പിന്നെ നമ്മൾ കോഴിമുട്ടയും അതുപോലെ കേക്കിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് നമ്മൾ എടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു മുട്ടേൻ്റെ സ്മെല്ല് കിട്ടാതിരിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും സ്പൈസസും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3/4 കപ്പ് ഉണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലാണ് അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഓരോ സ്റ്റെപ്പായിട്ട് അടിച്ചെടുത്താൽ മതി മിക്സിയിൽ. ഇനി നമുക്കിതിലേക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ തണുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് കാരമൽ സിറപ്പാണുള്ളത്. അപ്പോൾ കാരമൽ സിറപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാരമൽ സോസൊക്കെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ വൈറ്റ് ഭാഗം പെടാതെ വേണം എടുക്കാൻ. ഇനി ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് പകരം ചുക്ക് പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണ് അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതെല്ലാതും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്റർ ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറൊക്കെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ എല്ലാതും കൂടെ ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്തിട്ട് മെല്ലെ വേണം ചെയ്യാൻ. ഞാനിപ്പോൾ വീഡിയോ ഫാസ്റ്റായി കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിത് മെല്ലെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ കുറേശ്ശായിട്ട് 2-3 ബാച്ചായിട്ട് വേണം നമ്മൾ മൈദപ്പൊടിയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ബാക്കിയുള്ള മൈദപ്പൊടിയും ഡ്രൈ ഫ്രൂട്ട്സും ഇതുപോലെ തന്നെ കുറേശ്ശായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും കുത്തി ഇളക്കരുത്. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ്. നമ്മൾ കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല, ശരിക്കും പൊന്തി വരില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ശരിക്കും ഫോൾഡ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാതും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്ററി എപ്പോഴും നല്ല തിക്കായിട്ടായിരിക്കുക. സാധാരണ കേക്കിനിലേറെ കുറച്ചും കൂടെ തിക്കായിരിക്കും. ഇപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്യണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു സോസ് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അതിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് കട്ടിയുള്ള നല്ലൊരു പാത്രമായാൽ മതി. അതിലിതുപോലെ ഓയിലും ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ചും കൂടി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മുന്തിരിയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു പഴയ തവ സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഓരോ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് കേക്ക് ബേക്കായി കിട്ടാനുള്ള ടൈമിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് പ്ലം കേക്ക് ബേക്കായി കിട്ടാനുള്ള ടൈം. അപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഈ കേക്ക് ബേക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു സ്ക്യൂറലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കേക്കൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മളിത് കൊട്ടി കൊടുക്കുമ്പോൾ തന്നെ ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. പിന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ ബട്ടർ പേപ്പറും കൂടെ മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ പ്ലം കേക്ക് കഴിക്കാൻ. നമുക്ക് ഈ പ്ലം കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴെ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ പ്ലം കേക്ക് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ ഒരു പ്ലം കേക്ക്. അപ്പോൾ ഇതുവരെ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്